നമുക്കൊരു പരാതി സെല്ലുണ്ട്. മേയറുടെ നേതൃത്വത്തിലുള്ള പരാതി പരിഹാര സെല്ലുണ്ട്. ഈ പരാതി പരിഹാര സെല്ല് പലപ്പോഴും പ്രവർത്തിക്കുന്നത് ഇപ്പോ നമ്മളെ നേരിട്ട് വിളിക്കുന്നതിന് പുറമെ ഇവർക്കൊരു നമ്പർ ഉണ്ട്. ഒരു സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് വഴി നിലവിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ പരിഹാര സെല്ല് നേരിട്ട് ഓരോ സെക്ഷനിലേക്കും ഈ പരാതികൾ ഫോർവേഡ് ചെയ്തുകൊണ്ടുള്ള പരാതികൾ മാത്രമാണ് അവിടെ സ്വീകരിക്കുന്നത്. നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി കൂടിയാണ് ജനഹിതം എന്ന് പറയുന്ന ഒരു പോർട്ടൽ സ്ഥാപിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഈ ബഡ്ജറ്റ് എടുക്കുന്ന സമയത്ത് പോലും നമ്മൾ ജനങ്ങളുടെ അഭിപ്രായം എടുത്തുകൊണ്ടാണ്, അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് നമ്മുടെ ഈ ബഡ്ജറ്റ് അടക്കം രൂപീകരിക്കപ്പെടുന്നത്, പദ്ധതികൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മുൻനിർത്തിക്കൊണ്ടാണ് സാധാരണ ബഡ്ജറ്റും അല്ലെങ്കിൽ പദ്ധതിയും രൂപീകരിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നഗരസഭയുടെ സിസ്റ്റം അനുസരിച്ച് പോവുകയാണ്. ഇത് ജനങ്ങൾക്ക് ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുന്ന നിർദ്ദേശങ്ങൾ അതത് സമയം ഈ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു സംവിധാനം ഉണ്ടായിട്ടുള്ളത്. ഈ വിവരം വിരൽത്തുമ്പിൽ എന്ന് പറയുന്നത് നിലവിൽ പ്രവർത്തിക്കുന്ന മേയറുടെ പരാതി പരിഹാര സെല്ലിനുള്ള പേര് കൂടിയാണ് ഈ വിവരം വിരൽത്തുമ്പിൽ എന്നുള്ളത്. അത് അതിനെ വിപുലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. നിലവിൽ നമുക്ക് 2 പേരാണുള്ളത്. അതിനെ വിപുലപ്പെടുത്തി കുറച്ചുകൂടി ശ്രദ്ധ അതിൽ ചെലുത്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു പദ്ധതി ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പ് ഉണ്ട്, അതിൽ തന്നെ ഒരുപാട് ഇതുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഇത് ഒറ്റ ഈ പല ആപ്പുകൾ എന്നുള്ള ഇതുകൂടെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ ഒരു വെബ് പോർട്ടലായി കഴിഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് വളരെ ഉപകാരമാവില്ല. ഈ ഓരോ ഇതിനും വേണ്ടിയിട്ട് പ്രത്യേകം ആപ്പുകളും പോർട്ടലുകളും വയ്ക്കുന്നതിനേക്കാളും ഒരൊറ്റ പോർട്ടലിൽ തന്നെ ഈ സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ എന്തായാലും സ്മാർട്ട് ട്രിവാൻഡ്രം പൊതുവെ എല്ലാവരിലും ഉണ്ട്. ഈ പറയുന്ന മാലിന്യ കളക്ഷൻ ആയാലും മറ്റു സൗകര്യങ്ങളൊക്കെ അതിലുണ്ട്. ഈ പറയുന്ന പരാതികളായാലും അവരുടെ നിർദ്ദേശങ്ങളായാലും എന്തുകൊണ്ട് സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്പിലേക്ക് കൊണ്ടുവന്നുകൂടാ? സ്മാർട്ട് ട്രിവാൻഡ്രം ആപ്ലിക്കേഷൻ നിലവിൽ ശരിക്കും നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ മാലിന്യ സംസ്കരണം ആദ്യം കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആദ്യമായി ആരംഭിച്ചത്. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ സെപ്റ്റേജ് കുടിവെള്ളം എന്നുള്ളത് അതിൽ ഉൾപ്പെടുത്തിയത്. നിലവിലിപ്പോ കഴിഞ്ഞ ഈ ക്യാമ്പയിൻ, ഈ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്ന സമയത്ത് സ്പോട്ട് ഡംപ് എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു പോർട്ടൽ കൂടി അതിനകത്ത് നമുക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും, അതായത് ഈ വോളണ്ടറി നമ്മളോടൊപ്പം വരുന്ന ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തനത്തിന് വരുന്ന എല്ലാ വോളണ്ടിയർ രജിസ്ട്രേഷനും നടക്കുന്നത് ഈ പോർട്ടലിലാണ്. അപ്പൊ നിലവിൽ ആ സംവിധാനത്തിൽ കുറച്ചുകൂടി വിപുലപ്പെടുത്തുന്നതിനേക്കാൾ ഇതൊരു മറ്റൊരു പോർട്ടലായി, അതായത് ഇതിൽ നിർദ്ദേശങ്ങൾ നഗരസഭ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശ കേന്ദ്രം, നിർദ്ദേശങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു പോർട്ടലായി ഇതിനെ ഒരു പ്രത്യേകമായി കാണണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന മേയറുടെ പരാതി പരിഹാര സെല്ലിൽ വരുന്ന ഈ പരാതികളുടെ റിപ്പോർട്ട് നമുക്ക് മേയറും അതുപോലെ തന്നെ സെക്രട്ടറിയും നേരിട്ട് പരിശോധിക്കുന്നതാണ്. അതിൽ വരുന്ന പരാതികൾ നേരിട്ട് തന്നെ ആ സെക്ഷനിൽ നിന്ന് തന്നെ മറ്റ് സെക്ഷനിലെ HOD-മാർക്ക് അവർ ഫോർവേഡ് ചെയ്യും. അത് പരിഹരിച്ചതിന് ശേഷം ഇവർ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത മെത്തേഡ് എങ്ങനെയാണോ, ചിലർ വാട്സപ്പ് വഴി രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുണ്ട്, ചിലർ ഈ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യുന്നതുണ്ട്. വാട്സപ്പ് വഴി അയക്കുന്നവർക്ക് അപ്പോൾ തന്നെ നമ്മൾ മറുപടി കൊടുക്കാറുണ്ട്. ആ കഴിയുന്നതും അങ്ങനെ തന്നെ പാസ് ചെയ്യാറുണ്ട്. തിരിച്ച് വിളിച്ചു ചോദിക്കുന്നവരുമുണ്ട്. ഈ പരാതി നൽകിയിരുന്നു, എന്താണ് അതിനുള്ള നടപടി എടുത്തിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നവർക്ക് അങ്ങനെ തന്നെ കൺവേ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആപ്പ് മാത്രമല്ല, നിലവിലുള്ളത് മൊബൈൽ ഫോൺ, ഈ വാട്സപ്പിൽ വരുന്ന പരാതികളുമുണ്ട്. അതിനെ വിപുലപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ടെലിഫോൺ സംവിധാനം കൂടി കുറച്ചുകൂടി വിപുലപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് ഡയറക്റ്റായി കണക്ട് ചെയ്യുന്ന രീതി. ഇപ്പോൾ നിലവിൽ അവർ പരാതി അവിടെ രജിസ്റ്റർ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് അവർക്കൊരു പരാതി ഇപ്പോൾ പെൻഷൻ സെക്ഷനിൽ ഉണ്ടെങ്കിൽ ആ സെക്ഷനിലേക്ക് കോൾ കണക്ട് ചെയ്യുക, ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് കൂടി പോകണം എന്നുള്ളതാണ് അതിന്റെ ഇതിൽ ആലോചിച്ചിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ വിപുലപ്പെടുത്തുക എന്നുള്ളതിൽ. ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു പരാതി ഇവിടെ നൽകി കഴിഞ്ഞാൽ ആ ഫയല് ഒരു സെക്ഷനിൽ പോയി അടുത്ത സെക്ഷൻ എവിടെയാണ് മാപ്പിംഗ് സിസ്റ്റം കൂടി ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ തുക മാറ്റി വെച്ചിട്ടുള്ളത്. ഇതിന്റെ അതായത് ഈ ആളുകൾക്ക് വിളിക്കുന്ന സമയത്ത് ഇവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ജനങ്ങൾ ഇവിടെ ഒരു പരാതി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൽ നടപടി എടുത്തതെന്നും നിലവിൽ ആ ഫയൽ എവിടെയാണ്, ഇപ്പോൾ ഒരു ഫയൽ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോയില്ല എങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് എന്ന് കൂടി
കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, അവരെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പദ്ധതി എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഈ ABC പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ഒരു ഷെൽട്ടറിലേക്ക് മാറ്റുക എന്നുള്ളത്. ഇപ്പൊ കോവിഡ് വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാലിന്യങ്ങൾ റോഡിൽ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂടിയിട്ടുണ്ട്. അപ്പോൾ മാലിന്യങ്ങൾ കൂടുന്നതനുസരിച്ച് ഇതുപോലെ തന്നെ ഈ നമ്മുടെ തെരുവ് നായകളുടെയും എണ്ണം കൂടിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ അഭിപ്രായം കൂടി എടുത്തുകൊണ്ട് ഇവരെ പകരം സംവിധാനത്തിലേക്ക് അവിടെ തന്നെ വന്ധീകരിച്ച് അവിടെ വിടുക എന്നുള്ളൊരു സംവിധാനമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിയമം പറയുന്നത്. എങ്കിൽ പോലും അത് മാറ്റിക്കൊണ്ട് ജനങ്ങളെ സുരക്ഷിതരാക്കുക, അതിനോടൊപ്പം തന്നെ ഈ ജീവജാലങ്ങളെയും ഇതിൽ സംരക്ഷിക്കുക എന്നുള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഒരു ഷെൽട്ടർ എന്നുള്ള ഒരു ആശയത്തിൽ ഇതിന് സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം താല്പര്യമുള്ള ആളുകൾ ചിലപ്പോൾ നമുക്ക് സ്ഥലം തരാൻ തയ്യാറാണ്. ഈ പ്രഖ്യാപനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു അത് തന്നെയാണ്. ചില ആളുകൾ സ്ഥലം കണ്ടെത്തി തരാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതിനെ ഏറ്റെടുത്ത് വളർത്താൻ ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്രമീകരണങ്ങൾ നടത്തണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. നമ്മളിവരെ സംരക്ഷിക്കുക, അവരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഒരു ഷെൽട്ടർ എന്നുള്ള സംവിധാനം. അത് പല നിർദ്ദേശങ്ങൾ, നല്ല നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. സ്ഥലം എവിടെയാണ് കിട്ടുന്നത് എന്നനുസരിച്ച് ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത്. അതെങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? ഒരു റോഡ് കടന്നു പോകുന്ന സ്ഥലമാണോ? ഇത് അവിടത്തെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ വഴിയിലിരിക്കുന്ന കച്ചവടക്കാർക്ക്, അതായത് അതിനകത്ത് കോംപ്ലക്സ് ഉണ്ടാക്കുന്നത് വഴി നടക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, അതുവഴി പോകുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, അവിടെ ഒരു കോംപ്ലക്സ് ആക്കി മാറ്റുക, ഒരു കച്ചവട കേന്ദ്രം കൂടിയാക്കി മാറ്റുക എന്നുള്ളതാണ്. അവിടെ വിൽപ്പന നടത്താൻ വേണ്ടിയുള്ള സംവിധാനം, കടകൾ എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട് അതിനകത്ത് തന്നെ. അതുവഴി സഞ്ചാരയോഗ്യമാക്കുക, അതിനോടൊപ്പം തന്നെ അതൊരു കോംപ്ലക്സ് ആയി മാറ്റുക എന്നുള്ളതാണ്. അടിക്കൂടി ഏതാണ് നമ്പർ? കിഴക്കേക്കോട്ട നിലവിൽ ആരംഭിക്കാൻ പോകുന്ന ഇതാണ് കരമന മെഡിക്കൽ. അത് തന്നെയാണ്, അതാണ് ഇപ്പൊ നടക്കുന്നതാണോ ചോദിക്കുന്നത്? രണ്ടാണ്. അതായത് ഇപ്പൊ നേരത്തെ ചോദിച്ച സംശയവും ഈ കിഴക്കേക്കോട്ടയിലെ രണ്ടിന്റെ പ്രോജക്റ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ചോദിച്ച ഫൂട്ട് ഓവർ നിലവിൽ ആരംഭിച്ചിട്ടുള്ള, തറക്കല്ലിട്ടുള്ള, നിലവിൽ നടക്കാൻ പോകുന്ന, അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അതിന്റെ ഇത് തന്നെയാണ് ഈ കിഴക്കേക്കോട്ടയിലെ. 22 വർഷത്തിന് ശേഷമായിരുന്നു നമ്മൾ കഴിഞ്ഞ 19-20 മേയേഴ്സ് കപ്പ് നടത്തിയത്. അപ്പൊ ഇത്തവണ മേയേഴ്സ് കപ്പ് നടത്തുന്നുണ്ടോ? അതിനുള്ള ഫണ്ട് അനുവദിച്ചേക്കുന്നു? സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന അതല്ല, മേയേഴ്സ് കപ്പ്, ട്രോഫിയാണ് ഇപ്പൊ പഠിച്ചിട്ടുള്ളത്. മേയേഴ്സ് കപ്പിനെ കുറിച്ചിട്ടൊന്നും. മേയേഴ്സ് കപ്പ് നടത്താൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. കോവിഡ് കൂടി നോക്കിയിട്ട് കൂടി നടത്തണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നടത്തിയതിന്റെ ഫണ്ട് പോലും ഈ പറയുന്ന ടീം ഞങ്ങൾ വെക്കുന്ന ആദ്യത്തെ ബഡ്ജറ്റിലുള്ള തുകയാണിത്. അല്ല, അത് നടപ്പിലാക്കുക എന്നുള്ളത്. നിലവിൽ അതിന്റെ പണി ഇന്നലെ 2 ദിവസമായി ആരംഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അതിന്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫണ്ട് വെച്ചിട്ടുള്ളത്. ചില പദ്ധതികൾ 5 വർഷം കൊണ്ട് നടപ്പാക്കും, 1 വർഷം കൊണ്ട് നടപ്പാക്കണമെന്നില്ല.
അത് അടുത്ത ബഡ്ജറ്റിൽ ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വരും. അല്ല, ഒരു വർഷമല്ല, ഇതിപ്പോ ഒരു 6-7 ബഡ്ജറ്റായിട്ട് നിരന്തരം ഇങ്ങനെ സ്ലോട്ട് ഹൗസ്, അതുപോലെ തന്നെ ഈ ലക്ഷം വീട് കോളേജ് നവീകരണം ഏകദേശം ഇപ്പൊ തന്നെ ഒരു 35 വർഷത്തെ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ ഒരു 100 കോടി 120 കോടിയിൽ കൂടുതൽ ആ പദ്ധതിക്ക്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ അങ്ങനെ വരുന്ന പോരായ്മകൾ പരിശോധിക്കുകയും അസാധ്യമായതിനെ സാധ്യമാക്കുക എന്നുള്ള വലിയ ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അസാധ്യമായതിനെ സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഭരണസമിതിക്കുള്ളത്. അത് ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതികൾ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതികൾ അങ്ങനെ എടുക്കും. അതുപോലെ തന്നെ 5 വർഷം കൊണ്ട് നടപ്പിലാക്കേണ്ടത് അങ്ങനെ എടുക്കും. പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തേണ്ട, ഇവിടെ ഇപ്പൊ പറഞ്ഞതുപോലെ നടപ്പിലാക്കില്ല എന്ന് കരുതുന്ന അല്ലെങ്കിൽ അങ്ങനെ വീഴ്ചകൾ വന്നിട്ടുള്ളതിൽ മേയറും അതുപോലെ തന്നെ അതിന്റെ ഭരണസമിതി അംഗങ്ങൾ അടക്കമുള്ളവർ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അങ്ങനെയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അങ്ങനെ വീഴ്ച പറ്റിയെന്നല്ല, അങ്ങനെ നടക്കില്ല എന്ന് പറയുന്ന പദ്ധതികൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഏറ്റെടുക്കുന്നതാണ്. അല്ല, അവരൊന്നും ചെയ്തില്ല എന്ന് നമുക്ക് അവകാശപ്പെടാൻ വേണ്ടി സാധിക്കില്ലല്ലോ. എല്ലാം ചെയ്തിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഭരണസമിതി തന്നെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ 2 മേയർമാരുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ഭരണസമിതി എന്നുള്ളതിൽ നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. ഒരു 43 സീറ്റ് എന്നതിൽ നിന്ന് 55ലേക്ക്, സ്വതന്ത്രരെ കൂടി ചേർത്തുകൊണ്ട് 55ലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ രീതിയിൽ തന്നെയാണ് ജനങ്ങൾ ഇതിനെ വിലയിരുത്തിയിട്ടുള്ളത്. ഈ ഉറങ്ങാത്ത നഗരം പദ്ധതി സർക്കാരിന്റെ ഇടത് സർക്കാരിന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു, ഉറങ്ങാത്ത നഗരം പദ്ധതി. അപ്പോ അതിന് 30 ലക്ഷം രൂപയാണ് കഴക്കൂട്ടത്തേക്ക് മാറ്റി വെച്ചത്. എന്താണ് ഉദ്ദേശിക്കുന്നത് ആ 30 ലക്ഷം? ഈ കഴക്കൂട്ടം മേഖലയെ ഒരു മോഡലാക്കിക്കൊണ്ട് ചെയ്യണം എന്നാണ്. എന്നിട്ട് അത് നഗരത്തിൽ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തുക മാറ്റി വെച്ചിട്ടുള്ളത് കഴക്കൂട്ടം ആ പ്രദേശത്ത്, ടെക്നോ പാർക്ക് പ്രദേശമാണ് കുറച്ചുകൂടി, ഒരുപക്ഷെ തിരുവനന്തപുരം നമ്മളൊരു IT മേഖല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ പറയുന്ന സ്ഥലമാണ്. അതൊരു മോഡലായി എടുത്തുകൊണ്ട് അവിടെ ഉറങ്ങാത്ത നഗരം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടുവരിക, അത് നഗരത്തിൽ വ്യാപിപ്പിക്കുക. ഭക്ഷണം, അതായത് രാത്രി കാലങ്ങളിൽ പ്രവർത്തിക്കുന്ന കടകൾ ഉണ്ടാകുക, അതായത് രാത്രിയും പകൽ പോലെ ആവുക എന്നുള്ളതാണ് അത് ലക്ഷ്യം വെക്കുന്നത്. ഓൾറെഡി കഴക്കൂട്ടം ആ മേഖല ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ചിട്ട് ഈ പറയുന്ന ഹോട്ടലുകൾ ധാരാളം ഉണ്ട്. നഗരസഭയുടെ നേതൃത്വത്തിൽ അത് ഉണ്ടാവുക എന്നുള്ളതാണ്. വേറെ പദ്ധതി നടത്തി പുരോഗതി അതറിയിക്കാൻ വേണ്ടി പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. അങ്ങനെ ചെയ്യും. പ്രോഗ്രസ് റിപ്പോർട്ടുകൾ ഒരു വർഷം കൂടുന്ന സമയത്ത് അത് അവതരിപ്പിക്കുമെന്നുള്ളതാണ്. വേറൊരു പദ്ധതി കൂടി ശ്രദ്ധയിൽപ്പെടാതെ 1995 ശ്രീ ശിവൻകുട്ടി MLA ആയിരിക്കുമ്പോൾ നമ്മൾ കുറേ ഭൂമി ഏറ്റെടുത്ത് നഗരസഭയുടെ പൈസയിൽ ഏറ്റെടുത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ 30 കോടി രൂപ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കൂട്ടിച്ചേർത്ത പഞ്ചായത്തുകളുടെ ഭാഗങ്ങളിൽ സ്ഥലം വാങ്ങാൻ വേണ്ടി 30 കോടി രൂപ മാറ്റി വെച്ചു. അത് അന്ന് വളരെ നന്നായി വിജയിച്ചു. മണക്കാട് ചില സ്ഥലങ്ങളിലും കോഴിക്കുളം ചില സ്ഥലങ്ങളിലൊക്കെ സ്ഥലം വാങ്ങിയതിൻ്റെ ഫലമായാണ് ചില മാർക്കറ്റുകളും ഈ അഗതി മന്ദിരങ്ങളൊക്കെ ഉണ്ടായി. പാർക്ക് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, അച്യുതമേനോൻ പാർക്ക്. ഇതൊക്കെ നിലവിലുള്ള ചില പാർക്കുകൾ വളരെ ശോചനീയ അവസ്ഥയിലാണ്. ഇത് നമുക്കൊരു പാർക്കിന്റെ നഗരസഭയുടെ നിയന്ത്രണത്തിൽ വരുന്ന, നഗരസഭാ പരിധിയിൽ വരുന്ന പാർക്കുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവിടെ എല്ലാവർക്കും, അതിപ്പോ മറ്റ് ഒരു വേർതിരിവുമില്ലാതെ എല്ലാവർക്കും അതിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുത്തിട്ടുള്ളത്. പ്രോജക്റ്റ് സ്ഥലം കണ്ടെത്തി നമ്മുടെ ആസ്തിയൊക്കെ നമ്മളിപ്പോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എവിടെയാണ് സ്ഥാപിക്കാൻ സാധിക്കുന്നത്, ടീച്ചറിന് വേണ്ടി അങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. EK നയനാർ പാർക്കിൽ സ്ഥാപിക്കാനാണ്. അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ. പെട്രോൾ അടിച്ചു തുടങ്ങിയാലല്ലേ അത് പറയുന്നത്. അല്ല, ഇതിപ്പോ നഗരസഭയിലെ മുഴുവൻ വണ്ടികളും അവിടെ നിന്ന്, വാഹനങ്ങളും അവിടെ നിന്ന് പെട്രോൾ അടിക്കുകയും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ പൊതുജനങ്ങളുടെ കൂടി പങ്കാളിത്തം എങ്ങനെയാവുന്നുള്ളത് ഹൈവേ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടാക്കുക. അത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ഒരു പ്രപ്പോസൽ നമുക്ക് നൽകിയിട്ടുണ്ട്. സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ ഇന്റർ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന
പ്രൊഫഷണൽസിനെ എടുത്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ നിലവിൽ ഇപ്പോൾ ആർക്കിടെക്റ്റ് ആയിട്ടുള്ളവർ, എഞ്ചിനീയറിംഗ് മേഖലയിൽ പഠിക്കുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ പഠിച്ച് ഇറങ്ങിയ ഉടനെ ഉള്ളവർ, ഒരു വർഷക്കാലങ്ങളിൽ പഠിച്ചിറങ്ങിയവരുള്ളവർക്ക് ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നൽകുക. അതായത് നഗരസഭ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ അവരെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനൊരു ഇത് വെച്ചിട്ടുള്ളത്. നിലവിലുള്ളതല്ലേ? അല്ല, ഇപ്പൊ നിലവിൽ അത് പ്രവർത്തിക്കാൻ അതിന് ഓഫീസ് ഇവിടെ ഇന്റേൺഷിപ്പ് നടത്തുന്നുണ്ട്. അല്ലാതെ ഇത് നമ്മൾ നേരിട്ട് തന്നെ നഗരസഭ ഏറ്റെടുക്കുന്ന ഇപ്പൊ ഈ ടെക്നിക്കൽ സപ്പോർട്ട് കൂടിയാണ്. ടെക്നിക്കലി അവരെ പഠിപ്പിക്കാം. താല്പര്യമുള്ളവരുടെ ഒരു അപേക്ഷ നേരത്തെ കോർപ്പറേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഗ്രീൻ ആർമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വോളണ്ടറി ഇന്റേൺഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു അതിവിടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നഗരസഭയുടെ അകത്ത് വന്നുകൊണ്ട് അവർക്ക് ഇന്റേൺഷിപ്പ് എടുക്കും. ഇത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. ഏറ്റവും പ്രധാനമായും ആർക്കിടെക്ട്, അതുപോലെ ബിടെക് പഠിക്കുന്ന ആളുകൾ, ഇവർക്ക് ടെക്നിക്കലി നടക്കുന്ന ഈ കൺസ്ട്രക്ഷൻ വർക്ക് അടക്കമുള്ളവയിൽ ഒരു ഇന്റേൺഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഇവന്റ് മാനേജ്മെന്റ് ടീം എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക? അത് നമ്മളത് രൂപകൽപ്പന നൽകിയതിനു ശേഷം നഗരസഭ നൽകുന്ന, അതായത് നഗരസഭ ഇപ്പോൾ പരിപാടി നടത്തുന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്, അതിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് കൂടുതൽ വിപുലീകരിച്ചാണ് അത് രൂപീകരിക്കുന്നതെങ്കിൽ പുറത്തും ഇവന്റ് മാനേജ്മെന്റ് ആയിട്ട് അവർക്ക് നടത്താവുന്നതാണ്. ഈ നഗരസഭ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ അത് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതാണ് നേരത്തെ പറഞ്ഞത്. അത് ഏത് രീതിയിലായിരിക്കുന്നത്? ഈ നഗരസഭയുടെ കീഴിലുള്ള സ്ഥലങ്ങൾ, ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കും എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അത് ഏത് രീതിയിലാണ്? ലൈഫിന്റെ കീഴിൽ വരും? അത് ചെയ്യും. അല്ലാതെ നഗരസഭയ്ക്ക് സാധ്യമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് ആലോചിച്ചിട്ടുള്ളത്. 4 ഇടങ്ങളിൽ നമുക്ക് ഫ്ലാറ്റുകളുണ്ട്. അതുപോലെ തന്നെ കൂമ്പുളത്ത് നിലവിൽ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 5 വർഷം കൊണ്ട് അവരെ ഇതിലുണ്ടാകരുത് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. കേട്ടില്ല. അത് ഇപ്പൊ നിലവിൽ നമ്മൾ സർക്കാരിന്റെ പദ്ധതി പ്രകാരം ലാപ്ടോപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ പുതിയ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് ഇപ്പോ പഠിക്കാൻ വളരെ മികച്ച രീതിയിൽ നിൽക്കുന്ന, ഇപ്പൊ നമ്മൾ സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കുന്നത് പോലെ തന്നെ മികച്ച രീതിയിൽ നിൽക്കുന്ന കുട്ടികൾ 5 വർഷം കൊണ്ട് ഒരു പക്ഷേ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള ലക്ഷ്യം നമുക്ക് കാണാം. പക്ഷേ അത്യാവശ്യമായി പഠനത്തിൽ മികച്ച രീതിയിൽ നിൽക്കുകയും എന്നാൽ ഇന്ന് സാങ്കേതിക വിദ്യാഭ്യാസം അടക്കം നടക്കുന്ന സമയത്ത് അതിന് സാധ്യതയില്ലാത്ത കുട്ടികളെ കണ്ടെത്തി കൊടുക്കണം എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ആലോചിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം സ്കൂൾ തലം വഴി അവർക്ക് നേരിട്ടും അപേക്ഷകൾ നമുക്ക് ക്ഷണിക്കാവുന്നതാണ്. സ്കൂളിൽ കൂടിയായിരിക്കുമല്ലോ പരിശോധനകൾ നടത്തുമ്പോൾ സ്കൂൾ വഴിയായിരിക്കും പരിശോധനകൾ നടത്തുന്നത്. ഇതിന് അർഹരായിട്ടുള്ളവരാണോ എന്ന് പരിശോധിച്ച് അവർക്ക് നൽകണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. മൊബൈൽ മെഡിക്കലുകൾക്ക് നമുക്ക് വീടുകളിലേക്ക് മരുന്ന് എത്തിച്ചേരാൻ വീടുകൾ വയോജനങ്ങൾക്ക് വീടുകളിൽ എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ വോളണ്ടിയേഴ്സിനെ വെച്ചുകൊണ്ട് വീടുകളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ആലോചന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കാത്ത ആളുകൾക്ക് വീട്ടിലെത്തിക്കണം എന്നാണ്. അനന്തപുരി മെഡിക്കൽസ് എന്ന് പറയുന്ന നഗരസഭയുടെ മെഡിക്കൽ സംവിധാനം വിപുലപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ് എടുത്തിട്ടുള്ളത്. നഗരസഭയെ ബ്രാൻഡ് ചെയ്യണം എന്നുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ്. അത് അതിനുവേണ്ടി തന്നെയാണ് എല്ലാത്തിനെയും ബ്രാൻഡ് ചെയ്യുക. നഗരത്തിൽ വരുന്നത് ഇപ്പൊ കുടിവെള്ളമായിരുന്നാലും അങ്ങനെയുള്ള സംവിധാനത്തിനെ എല്ലാം ബ്രാൻഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു പേര് എടുത്തിട്ടുള്ളത്. ഈ അകത്തിരിക്കുന്ന 2 കോടി പോലെ എങ്ങനെയാണ് പദ്ധതി? അവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി കൂടി വിപുലപ്പെടുത്താൻ വേണ്ടി. ഒരു മാസം കൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയാണ്. അതൊരു ഫയറിന്റെ ഒരു NOC കൂടി കിട്ടാറുണ്ട്. അത് ഉടനെ തന്നെ കിട്ടും. അതിനനുസരിച്ച്